ഹലോ. അപ്പം ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതെൻ്റെ സൺഡേ മോർണിംഗ് ആണ് കേട്ടോ. സൺഡേ നമുക്ക് വേൾഡ് കപ്പ് ഉണ്ടായിരുന്ന ആ സൺഡേ ഉണ്ടല്ലോ, അതാണ്. ഇവിടെ രാവിലെ തന്നെ ഒരാൾ ലെക്സി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലെക്സി ഞങ്ങളുടെ പെറ്റ് ഡോഗ് ആണ് കേട്ടോ. അവൾക്കിപ്പോൾ 3 വയസ്സായി. ഞങ്ങൾ 8 വീക്സ് ആയപ്പോൾ വാങ്ങിച്ചതാണ്. നല്ല ഒബീഡിയൻ്റ് ആണ്, ഭയങ്കര സ്നേഹമാണ്. ഒരു റോട്ട് വൈലർ ഹസ്കി മിക്സ് ആണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് എൻ്റെ സിസ്റ്ററിലും എല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഞാനാണെങ്കിൽ ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പം അതൊന്നും ഫിലിം ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്നലെ ഞാൻ പുറത്തിട്ട് വെച്ച ബീഫ് ഉണ്ടായിരുന്നല്ലോ, അപ്പം അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയിലാണ്. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളുടെ സാധാരണ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക്, ഉപ്പ്, കുറച്ച് മല്ലിപ്പൊടി, അങ്ങനെ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വേവിക്കാൻ വെക്കും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാനിങ്ങനെ സ്ലോ കുക്കിംഗ് ആണ്. ചെറിയ ഗ്യാസിൻ്റെ ഫ്ലെയിമിലിട്ടിട്ട് ചെറുതായിട്ട് വെച്ചിട്ട് കുറേ സമയം കൊണ്ട് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബീഫൊക്കെ ഞങ്ങൾ വാങ്ങുമ്പോൾ ഞങ്ങൾ കുറച്ച് അധികം വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങനെ അധികം കുക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് കുറേ പോർഷനായിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളിൽ ഫ്രീസറിൽ വെക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് അത് കുക്ക് ചെയ്തിട്ട് വേറെ റോസ്റ്റ് ആക്കോ ഡ്രൈ ഫ്രൈ ആക്കോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് നമുക്ക് പിന്നെ ലഞ്ചിനോ അല്ലെങ്കിൽ നമുക്ക് കുട്ടിക്ക് കൊണ്ടുപോകാൻ കൊടുക്കാനോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളിങ്ങനെ വർക്കും അതിൻ്റെ ഇടയ്ക്ക് ഫാമിലിയും എല്ലാം കൂടെ ആയിട്ട് ജഗ്ഗിൾ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല ഒരു ടിപ്പായിരിക്കും കേട്ടോ. അപ്പം അത് നമുക്ക് ഹെൽപ്ഫുൾ ആവും. നമുക്ക് എപ്പോഴും നമുക്കിത് വേവിക്കേണ്ട, പിന്നെ എപ്പോഴും നമ്മളുടെ കിച്ചണൊന്നും മെസ്സി ആക്കണ്ട. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ എല്ലാം ഡോറൊക്കെ എപ്പോഴും ക്ലോസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര സ്മെല്ലായിരിക്കും എപ്പോഴും ഇതുപോലത്തെ കുക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ ആ ബീഫ് വേവിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ തവയിലാണ് ഞാൻ എപ്പോഴും ഇങ്ങനത്തെ ഈ റോസ്റ്റ് ഡ്രൈ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം കുറച്ച് ഉള്ളി കുറച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പം അതിൻ്റെ അകത്തോട്ട് കുറച്ച് മസാലകൾ, നമ്മൾ ആദ്യം കുറച്ച് മസാലകളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, സാധാരണ നമ്മളുടെ മസാലകൾ, കുറച്ച് ഗരം മസാല എല്ലാം കൂടെ ഇട്ട് ജസ്റ്റ് നല്ലതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ബീഫ് അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുക. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എപ്പോഴും കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ റീസെൻറ്റ് സ്റ്റഡീസൊക്കെ പറയുന്നത് നമ്മളെ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഓയിൽസ്. സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഓയിൽസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല, വെജിറ്റബിൾ ഓയിൽസ് ഒന്നും. അതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ, ഇപ്പം നല്ല ബ്രൈറ്റായിട്ട് വെളിച്ചൊക്കെ വേണ്ടിയിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നല്ല ചൂടാണെന്ന്. പക്ഷേ ഞങ്ങളുടെ പുറത്തെ ടെമ്പറേച്ചർ മൈനസിലായി. ഇപ്പം ഇങ്ങനെ ജസ്റ്റ് കുറച്ച് സമയം കൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിങ്ങനെ ഭയങ്കര ഡ്രൈ ആക്കി എടുക്കുന്നില്ല കേട്ടോ, ചെറിയൊരു റോസ്റ്റ് പോലെ ഇങ്ങനെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് അങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ബാക്കി കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ അധികം വേവിച്ചിട്ടില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അധികം വേവിക്കുകയാണെങ്കിൽ ഞാൻ ഫ്രീസറിൽ വെക്കാറുണ്ട്. അപ്പം ഇത് കുറച്ചേ ഉള്ളൂ. അപ്പം കുറച്ചിങ്ങനെ റോസ്റ്റാക്കി കുറച്ച് മാത്രമേ ഉള്ളൂ എടുത്ത് ഞാൻ ഫ്രീസറിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെ ഇതുപോലെ ബീഫിൻ്റെ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്കിങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങളും വേണ്ട, പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിയുകയും ചെയ്യും. നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ലെക്സിക്ക് ബീഫിൻ്റെ സ്മെല്ല് വന്നിട്ടാട്ടോ ലെക്സി എൻ്റെ ചുറ്റും നടക്കുന്നത്. ഞങ്ങൾ ചിലപ്പമില്ലേ ഇവിടുന്ന് ഈ ബുച്ചർ ഷോപ്പ് ഉണ്ട് ഇവിടെ, അപ്പം അവിടുന്ന് നമ്മളിങ്ങനെ വലിയ ഇതിൻ്റെയൊക്കെ ബീഫിൻ്റെയൊക്കെ ബോണും അങ്ങനത്തെ ഒക്കെ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് മിക്കവാറും തന്നെ ലെക്സിക്ക് കൊടുക്കും. ലെക്സിക്ക് ഭയങ്കര ഹാപ്പി അത് കിട്ടിയാൽ കേട്ടോ. പിന്നെ ഒരു കോണ്ടെക്സ്റ്റിന് വേണ്ടി എന്നെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാവേ. ഞങ്ങളുടെ ഇവിടെ കാനഡയിൽ, എൻ്റെ പേര് സീന, എൻ്റെ ഹസ്ബൻഡ് ശ്യാം, എനിക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്ത ആൾ കണ്ണൻ എന്നാണ് വിളിക്കുന്നത്, ഏരൻ എന്നാണ് പേര്. അവന് 14 വയസ്സായി. പിന്നെ എയ്ഡൻ, അവന് 7 വയസ്സായി, ഗ്രേഡ് 2. പിന്നെ അമേലിയ, അവൾക്ക് 10 മാസമായി. ഞങ്ങൾ കാനഡയിൽ വന്നിട്ട് 10 വർഷമായി. 2012 ഞങ്ങൾ വന്നത് കേട്ടോ. ഞാൻ വന്ന സമയത്ത് ഞങ്ങൾ PR ആയിട്ട് ഫാമിലി ഫുള്ളാണ് വന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ബേസിക്കലി നാട്ടിൽ നേഴ്സായിരുന്നു. ബേബി മെമ്മോറിയലാണ് ഞാൻ പഠിച്ചത്. അപ്പം അവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ ലൈസൻസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് RPN ആയിട്ടാണ് ജോലിക്ക് കയറിയത്. കാരണം ആ സമയത്ത് RPNും RNും രണ്ടും പ്രോസസ്സ് ചെയ്ത് 2 കൈൻഡ് ഓഫ് നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ട് ഇവിടെ, രജിസ്റ്റേർഡ് പ്രാക്ടിക്കൽ നഴ്സും രജിസ്റ്റേർഡ് നഴ്സും.
അപ്പം ആർപിഎന്നിൻ്റെ പ്രോസസ്സിങ് കുറച്ചും കൂടെ ഈസിയും അത് പെട്ടെന്ന് നമുക്ക് കഴിയുകയും ചെയ്യും. പിന്നെ ആറിൻ്റെ പ്രോസസ്സിങ് കുറച്ചും കൂടെ ലോങ് ആയിട്ട് എടുത്തത് കൊണ്ട് പെട്ടെന്ന് ഞാൻ ആർപിഎൻ്റെ എക്സാം എഴുതിയിട്ട് ലൈസൻസ് കിട്ടി ജോബിന് കയറുമായിരുന്നു. ആറിൻ്റെ രജിസ്ട്രേഷൻ പിന്നെ ഒരു കോമ്പിറ്റൻസി എക്സാമും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഞങ്ങളുടെ കോളേജ് ഓഫ് നഴ്സസിൻ്റെ പ്രൊസീജിയറായിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹയർ സ്റ്റഡീസ് ചെയ്യണമായിരുന്നു. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് ആറിൻ്റെ ലൈസൻസ് കിട്ടിയത്. ഇപ്പം ഞാൻ ആറിനായിട്ട് പാസ്റ്റ് എനിക്ക് തോന്നുന്നു 4 വർഷം 5 വർഷം അങ്ങനെ എങ്ങാണ്ടായിട്ട് ഞാനിപ്പം ആറിനായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പം ഇപ്പം ഞാൻ മെറ്റേണിറ്റി ലീവിലാണ്. എൻ്റെ മോൾക്ക് 11 മാസമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. മീൻ ടൈമിൽ എൻ്റെ കുക്കിംഗ് കഴിഞ്ഞു, ക്ലീനിങ് കഴിഞ്ഞു, എൻ്റെ സിസ്റ്ററിൻ്റെ ഫുഡ് കഴിച്ച് ഇവിടെ ചെറിയൊരു പാർട്ട് ടൈം ജോബുണ്ട്, ആ ജോബിന് വേണ്ടി പോയി. അപ്പം ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഇതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ മീൻ കറിയാണ്, പിന്നെ ഒരു ബീറ്റ്റൂട്ടിൻ്റെ തോരൻ, കുറച്ച് ഫ്രൂട്ട്സ്, ബീഫ് റോസ്റ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ വേൾഡ് കപ്പ് ആയത് കാരണം കൊണ്ട് ശ്യാമും കണ്ണനും ഒക്കെ രാവിലെ മുതൽ ടി വിൻ്റെ മുമ്പ് തന്നെയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞാലേ എല്ലാവരെയും താഴത്തേക്ക് വരുള്ളൂ. അപ്പം ഇന്ന് ഞങ്ങളുടെ ഒരുമിച്ചിരുന്ന ഉള്ള ഫുഡ് കഴിപ്പും ഒന്നും നടന്നിട്ടില്ല. അപ്പം ഇപ്പം അമേലി എഴുന്നേറ്റ് വന്നു. അമേലി രാവിലത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇനി കുറേ ഈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. പുള്ളിക്കാരിക്ക് ഇങ്ങനെ ഈ ചെറിയ ചെറിയ ഫ്രൂട്ട്സുകളില്ലേ, അതൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എഴുന്നേറ്റ് വന്നപ്പോൾ ഇങ്ങനെ തണുത്ത് വിറച്ചത് കാരണം കൊണ്ട് ഇവിടെ ഇപ്പോൾ ഫയർ പ്ലേസ് ഒക്കെ ഓണാക്കിയിട്ട് കുറച്ച് നേരം അതിൻ്റെ മുമ്പിൽ നിർത്തിയതാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറിൽ പോയ കാര്യം പറഞ്ഞില്ലേ, അവിടുന്ന് വാങ്ങിച്ച വാട്ടർ മെലനും എല്ലാം കഴിച്ച് അവിടെയൊക്കെ ഫുള്ളാക്കി ഫുള്ള് ഒലിപ്പിച്ച് പിച്ചി ചീന്തിയിട്ട് എല്ലാം ഉള്ള ഭയങ്കര കളിയും അതിൻ്റെ ഇടയ്ക്ക് തീറ്റയും എല്ലാം കൂടിയാണ് കേട്ടോ. ഞാനിങ്ങനെ അധികം പ്യൂരി ആക്കിയൊന്നും ഫുഡ് ബേബിക്ക് കൊടുക്കാറില്ല കേട്ടോ. കാരണം ഉണ്ടല്ലോ, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് നിന്ന് എനിക്ക് മനസ്സിലായത്, അധികം നമ്മൾ ഈ പ്യൂരി ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സോളിഡ് ഫുഡിലേക്ക്, സാധാരണ നമ്മളുടെ ഫുഡ് ഉണ്ടല്ലോ അതിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. അവരത് ശരിക്കും ചൂ ചെയ്യാതെ ഇങ്ങനെ ഒരു സ്വാളോ ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ മൂത്ത മോനൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ, നമ്മൾ നാട്ടിലായിരുന്നു അന്നേരം, പ്യൂരി ആക്കിയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അത് സാധാരണ നമ്മളുടെ ഫുഡിനകത്തോട്ട് അവനെ സ്വിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കൊരു സെർട്ടൈൻ ഒരു ഒരു 6, 7, 8 മന്ത്സ് വരെയൊക്കെ കുറേശ്ശെ പ്യൂരി ആക്കി കൊടുക്കുക. പക്ഷെ അത് കഴിയുമ്പോൾ സെർട്ടൈൻ സമയം കഴിയുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളുടെ സോളിഡ് റെഗുലർ ഫുഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്യൂരി ആക്കാതെ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കുറേശ്ശെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അത് ശരിയാക്കി എടുക്കാനായിട്ട്. ഞങ്ങളുടെ ലഞ്ച് ടൈമാണ്. ശ്യാമിനെ ഒരു വിധത്തിൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ്. അപ്പം എൻ്റെ സിസ്റ്റർ-ഇൻ-ലോ ജോലിക്ക് പോയി. ഞങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ആസ് യൂഷ്വൽ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞാനിവിടെ വീട്ടിൽ മെറ്റ് ലീവായിട്ട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ തന്നെയാണ് എല്ലാ കുക്കിങ്ങും ഓൾമോസ്റ്റ് എല്ലാ ക്ലീനിങ്ങും എല്ലാം ചെയ്യുന്നത്. ഇപ്പം എൻ്റെ സിസ്റ്റർ ഉള്ളതുകൊണ്ട് സിസ്റ്റർ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടുപേരും, ഞാനും ശ്യാമും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ രണ്ടുപേരും ആരാണോ ഫ്രീ ആയിട്ടുള്ളത് അവർ വന്നിട്ട് കുറച്ച് റിമൈനിങ് കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും അതെല്ലാം അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം രണ്ടുപേരും കുട്ടികളും എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാ ജോലിയും ചെയ്ത് അപ്പം നമുക്ക് കുറച്ച് ഫാമിലി ടൈമും സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മളുടെ ഒരു ഫ്രസ്ട്രേഷനും കുറയും. നമുക്ക് മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയറേ ചേഞ്ച് ആവും. കാരണം അല്ലെങ്കിൽ ഒരാൾ ഫുള്ള് പണിയെടുത്ത് അവരവരുടെ പണിയിലായിരിക്കും, കുട്ടികൾ അവരുടെ ലോകത്തായിരിക്കും. പിന്നെ അങ്ങനെ നമുക്കൊരു ഫാമിലിയായിട്ടൊരു കണക്ഷൻ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നാട്ടിലാണെങ്കിൽ പിന്നെ മിക്കവാറും തന്നെ നമ്മൾ ലേഡീസ് ആണല്ലോ വീട്ടു ജോലികളെല്ലാം ചെയ്യുന്നത്. ഇപ്പൊ ഒക്കെ കുറേ ചേഞ്ചായി. ഇപ്പം ന്യൂക്ലിയർ ഫാമിലി വന്നു, 2 ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാവരും കുറച്ചൊക്കെ എല്ലാവരും എല്ലാ ജോലിയിലും ഇൻവോൾവ് ചെയ്തിട്ടാണ് കണ്ടുവരുന്നത് അല്ലേ. പക്ഷേ മുമ്പത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെയൊക്കെ പേരൻസൊക്കെ എങ്ങനെയായിരുന്നു, അവരൊക്കെ നമ്മളുടെ അമ്മമാർ മാത്രമേ വീട്ടിൽ ജോലി ചെയ്യുന്ന മിക്കവാറും വീടുകളിൽ കേട്ടോ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം അവരിങ്ങനെ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ടയേർഡായി ക്ഷീണിച്ച് കുട്ടികളെ നോക്കി അതായിരുന്നു അവരുടെ ഒരു ലൈഫ്. ഇപ്പം എല്ലാം കുറേ ചേഞ്ചായി. എല്ലാവരും എല്ലാ ജോലിയും ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി ഇപ്പം കുറേയൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അമേലിക്കും കുറച്ച് ചോറൊക്കെ ഞാൻ കുറേശ്ശെയൊക്കെ ഇങ്ങനെ വാരി കൊടുത്തു.
എല്ലാവരും എഴുന്നേറ്റ് കുറേശ്ശെ പോയി. പക്ഷെ നമ്മുടെ ആശാൻ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അത് എപ്പോഴും അങ്ങനെ തന്നെ ഏറ്റവും ലാസ്റ്റേ എഴുന്നേൽക്കുള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ കുറേ വഴക്കും കുറേ ഫോഴ്സ് ചെയ്താൽ മാത്രമേ അവിടുന്ന് കഴിച്ചിട്ട് എണീക്കാനുള്ള പരിപാടി ഉണ്ടാവൂ. പിന്നെ നമ്മുടെ ലെക്സി കണ്ടില്ലേ ഡോറിൻ്റെ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് പോയിട്ട് കാലിലൊക്കെ മുഴുവൻ മഞ്ഞൊക്കെ ഉരുകിയിരിക്കുന്നത്. അപ്പം കുറച്ച് ചെളിയൊക്കെ ആക്കി വന്നുകൊണ്ടാണ് അവിടെ തന്നെ ഇരുത്തിയത്. പിന്നെ അതൊരു ഡോഗ് സ്കേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ് കേട്ടോ. അപ്പം അതിട്ട് നമുക്ക് ലീഷിലിട്ട് വിടുകയാണെങ്കിൽ കുറച്ച് ദൂരം അവർക്ക് പിന്നെ ഇങ്ങനെ നടക്കാൻ അതൊരു ലോങ് സ്ട്രിങ് ആണ്. അപ്പോൾ ആ സ്ട്രിങ് നമ്മുടെ ലീഷിലിട്ടിട്ട് കണക്ട് ചെയ്തിട്ട് പുറത്തേക്ക് വിടുക ചെയ്യുന്നത്. പുറത്തേക്കൊന്നും ഓടി പോവുകയില്ല. എന്നാൽ നിങ്ങൾക്ക് കുറച്ച് എക്സർസൈസ് നടക്കാനും ഒക്കെ പറ്റും. പിന്നെ വിൻ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് പുറത്ത് കൊണ്ടുപോയി കൊണ്ടുപോകാനൊക്കെ കുറച്ച് പ്രയാസമാണല്ലോ. അപ്പം അങ്ങനെയാകുമ്പോൾ പിന്നെ അതുമല്ല ലെക്സി ഞാൻ പറഞ്ഞില്ലേ ഒരു ഹസ്കി മിക്സാണ്. അപ്പം ലെക്സിക്ക് ഈ മഞ്ഞിൻ്റെ അകത്തൊക്കെ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത് ഞങ്ങളൊരു എയർ ഫ്രയർ വാങ്ങിച്ചതാണ്. അപ്പം നിഞ്ചേൻ്റെ ഫുഡി എയർ ഫ്രയർ. ഇതിൻ്റെ നിഞ്ച ബ്രാൻഡിന് എപ്പോഴും നല്ല റിവ്യൂസാണ്. എനിക്ക് 1-2 വേറെ പ്രോഡക്റ്റ്സ് ഉണ്ട്. അതൊക്കെ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല ഫാസ്റ്റാണ്, നല്ല എഫിഷ്യൻറ്റുമാണത്. ഈ ഫുഡി എയർ ഫ്രയറിൻ്റെ ഒരു ഫീച്ചർ എന്താ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഇത് നമുക്കുണ്ടല്ലോ ചിക്കനും അങ്ങനത്തെ സാധനമൊക്കെ ഫസ്റ്റ് ഇത് പ്രഷർ കുക്കറും കൂടിയാണ്. അപ്പോൾ പ്രഷർ കുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ബേക്ക് ചെയ്യുകയോ ബ്രോയിൽ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പം അത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ ചിക്കൻ്റെയൊക്കെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പം അതൊരു നല്ല ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ദിവസം ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചിക്കനോ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എല്ലാവരുടെ കയ്യിലും ഇത് ഉണ്ടാവുമായിരിക്കും. ഞാൻ കുറച്ച് ലേറ്റ് ആയതാണ് വാങ്ങാൻ. എൻ്റെ കയ്യിൽ വേറെ ഒരു എയർ ഫ്രയർ ഉണ്ടായിരുന്നു, ജസ്റ്റ് എയർ ഫ്രയർ മാത്രം. അപ്പം അത് കേട് വന്നപ്പോഴത്തേക്കും ഞാൻ ഇത് വാങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഈവനിങ് ആയി, കുറച്ച് കളികളും എല്ലാം ആയിട്ട്. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പം ഓൾമോസ്റ്റ് സന്ധ്യ ആയപ്പോൾ എന്ന് പറയാം 6-6:30 ആയപ്പം കുറച്ച് സ്നോ ഒക്കെ വീഴുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു മാജിക് ലൈറ്റ്സ് കാണാൻ പോയി കേട്ടോ, ക്രിസ്മസിൻ്റെ. അതും കൂടെ ഉൾപ്പെടുത്തിയ വീഡിയോ വലുതായപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ.